വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ച് MP ആയതോടെ സ്വന്തം മണ്ഡലം ഉപേക്ഷിച്ച കെ മുരളീധരന്റെ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. 2019 മുരളീധരൻ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ചത്. പക്ഷേ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ആ സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു. 2021 വട്ടിയൂർക്കാവ് ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം 2011 മുതൽ BJP വളരെ ശക്തമായ വേരോട്ടം നടത്തിയ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ BJPയുമായിട്ടായിരുന്നു പ്രധാനപ്പെട്ട പോരാട്ടം LDF-ന്. ഇപ്പോൾ കെ മുരളീധരൻ തിരിച്ചു വന്നിരിക്കുകയാണ്. കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് കണ്ടത്. അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് തോറ്റു. അങ്ങനെ അതേപോലെ തന്നെ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നിയമം പിടിച്ചെടുക്കാൻ വേണ്ടി വന്നു. 2021 അവിടെയും അദ്ദേഹം ദയനീയമായി തോറ്റു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വട്ടിയൂർക്കാവിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കെ മുരളീധരനാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. സിറ്റിംഗ് MLA VK പ്രശാന്താണ് LDF-ന്റെ സ്ഥാനാർത്ഥി. BJP മുൻ DGP R ശ്രീലേഖയാണ് വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. വളരെയധികം മണ്ഡലത്തിൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള R ശ്രീലേഖ ഒരു DGP ആയിരുന്ന വ്യക്തി എന്ന നിലയിൽ തന്നെ തിരുവനന്തപുരത്തുകാരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ വ്യക്തിത്വമാണ്. പ്രശാന്ത് ആണെങ്കിൽ അദ്ദേഹത്തിന് നേരെ വലിയ ആരോപണങ്ങളാണ് മേയർ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന് നേരെ ഉണ്ടായത്. അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്ത ആരോപണങ്ങളായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്ത വിവാദങ്ങളായിരുന്നു. കോൺഗ്രസ് ആണെങ്കിൽ ഏതാണ്ട് മണ്ഡലത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ട സ്ഥിതിയിലേക്കാണ്. കെ മുരളീധരൻ വീണ്ടും മത്സരിക്കാൻ എത്തിയിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് സ്ഥിതി അത്രയൊന്നും മെച്ചമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച ഒരു വിജയ ലഹരിയിലാണ് BJP. വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിലെയും കൂടുതൽ വാർഡുകൾ BJPയുടെ കൈവശമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വട്ടിയൂർക്കാവിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വട്ടിയൂർക്കാവിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിശകലനം ചെയ്യാൻ വേണ്ടി കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലറും രാഷ്ട്രീയ നിരീക്ഷകരുമായ ഡോക്ടർ ജയപ്രസാദ് അദ്ദേഹം വട്ടിയൂർക്കാവിലെ സാധ്യതകളെ കുറിച്ച് നമ്മളോട് സൂചിപ്പിക്കുകയാണ്. നമസ്തേ. വട്ടിയൂർക്കാവ് 3 മുന്നണികൾക്കും വലിയൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. BJPക്ക് ഇപ്പോൾ കോർപ്പറേഷനൊക്കെ ഭരിക്കുന്നത് കൊണ്ട് ശ്രീലേഖയിലൂടെ ആ മണ്ഡലം പിടിച്ചെടുത്തേ തീരും. LDF-നാണെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലും ഒരു പൊതു തെരഞ്ഞെടുപ്പിലും ജയിച്ച LDF-ന് ആ സീറ്റ് നിലനിർത്തണം. UDF-നാണെങ്കിൽ കെ മുരളീധരൻ മുമ്പ് ജയിച്ച സീറ്റാണ്, അദ്ദേഹം തന്നെ വന്നിരിക്കുന്നു, ആ സീറ്റ് ജയിക്കണം. ആർക്കാണ് സാധ്യത? വട്ടിയൂർക്കാവില് ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. നിലവിലുള്ള സാധ്യത നമ്മൾ പരിശോധിക്കുമ്പോൾ കെ മുരളീധരൻ അവിടെ വന്നത് ഒരു പൂർവ്വ പ്രതാപത്തിന്റെ പശ്ചാത്തലം അല്ലാതെ അതിനെ രാഷ്ട്രീയമായി നമ്മൾ നോക്കുമ്പോൾ കോൺഗ്രസിന്റെ സംഘടനാപരമായ ദൗർബല്യത്തിന്റെ, അല്ലെങ്കിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സംഘടനാപരമായി ക്ഷീണമുണ്ടായ ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അപ്പോൾ ഏതാണ്ട് 2011 തിരഞ്ഞെടുപ്പിൽ 50% വോട്ട് നേടിയാണ് ശ്രീ കെ മുരളീധരൻ അവിടെ നിന്ന് ജയിക്കുന്നത്. അപ്പൊ കെ മുരളീധരൻ തന്നെ 2016 രണ്ടാമത് തിരഞ്ഞെടുക്കുമ്പോൾ അത് 37% മാറി. അപ്പൊ നമ്മളൊരു MLA-യുടെ ജനപ്രീതി അളക്കുന്നതിനുള്ള ഏറ്റവും ഉദാഹരണമാണ് സിറ്റിംഗ് മണ്ഡലത്തിൽ അദ്ദേഹം 5 വർഷം കൊണ്ട് 13.5% കുറച്ച് വോട്ട് നേടിയാണ് വിജയിച്ചത്. അതിനുശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 25.7% കുറഞ്ഞു. 4-1 3 സ്ഥാനാർത്ഥികൾ മത്സരിച്ച സമയത്ത് 4-1. അതെ, അവിടെ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് 2011 ഏതാണ്ട് 50.1% വോട്ട് നേടിയ കോൺഗ്രസ് 2021 അതായത് ഒരു ദശകം കൊണ്ട് 25% താണു. അപ്പൊ നമ്മൾ ഇത് ഒരു തെരഞ്ഞെടുപ്പിലല്ല കാണുന്നത്. കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ശശി തരൂരിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി ആയിട്ട് പോലും നമ്മള് 3 തെരഞ്ഞെടുപ്പിലും കൂടെയുള്ള ശരാശരി വോട്ട് കോൺഗ്രസിന് 35% താഴെയാണ്. ഇപ്പൊ കഴിഞ്ഞ 35% എന്ന് പറയാൻ കഴിയില്ല. ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 31%, അതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 37%, 2014 34%. അപ്പൊ അതായത് ഒരു ശരാശരി 34% ലോക്സഭയിൽ പോലും ശശി തരൂരിനെ പോലെയുള്ള ഒരു കാൻഡിഡേറ്റ് ആയിട്ട് പോലും ഈ നഗരമണ്ഡലത്തിൽ 34%-നപ്പുറം കടക്കാൻ കഴിഞ്ഞില്ല 3 തെരഞ്ഞെടുപ്പ്. അതേസമയം BJPയുടെ ശരാശരി ലോക്സഭാ വോട്ടെന്ന് പറയുന്നത് 38%, 38.5 ആണ്. ഇപ്പൊ അവസാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 അത്
40.56%. BJP ആണ് ലീഡ് ചെയ്തത്. BJP ആണ് ലീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJP ആണ് ലീഡ് ചെയ്തത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും BJP തന്നെയാണ് മുന്നിൽ വന്നത്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പില് കെ മുരളീധരന് അനുകൂലമായ ഒരു സാഹചര്യവുമില്ല. ഇപ്പൊ 2011 NSSന്റെ ശക്തമായ പിന്തുണ ഉണ്ടായിരുന്നു. 2014 തെരഞ്ഞെടുപ്പിലും ഒരു പരിധിവരെ NSSന്റെ പിന്തുണ ഉണ്ടായിരുന്നു. ഇന്ന് NSS പൊതുവെ രാഷ്ട്രീയ മണ്ഡലത്തിൽ NSS പൊതുവെ തന്നെ ഒരു ശക്തിയല്ല. ആ തരത്തിൽ NSSന്റെ സമദൂരത്തിന്റെയും തലത്തിൽ അങ്ങനെ കിടക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് അതിനകത്ത് റോളില്ല. അപ്പൊ മുരളീധരന് വട്ടിയൂർക്കാവ് മണ്ഡലത്തില് ഒരു നിരന്തരം പരാജയം ഏറ്റുവാങ്ങിയ ഒരു നേതാവ് എന്നുള്ള തരത്തിൽ കേരളത്തിലെ KPCC പ്രസിഡന്റ് ഒക്കെ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്രയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ തരത്തിൽ മന്ത്രിയായിട്ട് വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റു. അതെ മന്ത്രിയായിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റ ഒരാളാണ്. അല്ല, നിരവധി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ തരത്തിലുള്ള ഒരു പാരമ്പര്യം പുള്ളിക്കുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പില് മുരളീധരന് വട്ടിയൂർക്കാവ് ഒരു അഡ്വാൻറ്റേജ് ഇല്ല. പക്ഷേ മുരളീധരന് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മത്സരിച്ച് ജയിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം MP സ്ഥാനാർത്ഥിയായിട്ട് വടകരയിൽ തന്നെ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ആ സീറ്റ് നിലനിർത്താൻ കഴിയുമായിരുന്നു. കാരണം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ കോൺഗ്രസ് ജയിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ കൊടുക്കാത്തതല്ല, അദ്ദേഹത്തിന്റെ BJPയെ തോൽപ്പിക്കുക എന്നുള്ള അമിതമായ ഒരു അജണ്ടയുമായി നടക്കുന്ന ഒരാള്, MP ആയി തിരഞ്ഞെടുത്ത ഒരാള് നേമത്ത് വന്ന് 2021 അദ്ദേഹം മത്സരിക്കുകയുണ്ടായി. എന്നിട്ട് നേമത്ത് അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ 2019 MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ വടകരയിൽ നിന്ന് MP ആയ ആളാണ് ഇവിടെ വന്നിട്ട് മത്സരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം BJPയെ തോൽപ്പിക്കാനുള്ള എന്താണ് ഹോൾസെയിൽ അജണ്ട അദ്ദേഹം തന്നെ ഏറ്റെടുത്തു. അങ്ങനെയാണ് അദ്ദേഹം തൃശ്ശൂരിൽ ലാൻഡ് ചെയ്യുന്നത്. അപ്പൊ വളരെ ദയനീയമായിട്ട് പരാജയപ്പെടുക മാത്രമല്ല, ഏതാണ്ട് 80,000-ലധികം വോട്ടാണ് കോൺഗ്രസിന് നഷ്ടം. അതായത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തൃശ്ശൂരിൽ തന്നെ ഏറ്റവും ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് ആണ് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത്. അതായത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പം അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്ന കരുണാകരന്റെ പാരമ്പര്യത്തിൽ നിന്ന് പുറത്തുപോയി. കാരണം ആന്റണി വിഭാഗം പലപ്പോഴും ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നിരുന്നു. ആ കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തോട് ചേരാൻ നിന്നെങ്കിലും 2005 കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി DIC എന്നുള്ള ഒരു പാർട്ടി രൂപീകരിച്ചു. 2005 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന് പക്ഷേ ദയനീയമായി പരാജയപ്പെട്ടു. വീണ്ടും കോൺഗ്രസിലേക്ക് വന്നു. അങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡോ ഏതെങ്കിലും ഒരു മണ്ഡലത്തെ നറിഷ് ചെയ്ത പാരമ്പര്യവും മുരളീധരനില്ല. അപ്പൊ മാത്രമല്ല, നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വിജയിക്കാനല്ലാതെ ഇന്ന ഒരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ മത്സരിക്കുന്നത് നമ്മൾ കേൾക്കാറില്ല. വിജയിക്കാനാണ്. മുരളീധരൻ നേമത്തിലേക്ക് 2021 നേമത്തിൽ വന്നത്, നേമത്ത് മത്സരിച്ചത് അദ്ദേഹത്തിന് വിജയിക്കാനല്ലായിരുന്നു, BJPയെ പരാജയപ്പെടുത്തായിരുന്നു. കാരണം ഇന്ത്യയിലെ 20-23 സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന ഒരു പാർട്ടി, 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിരന്തരം ജയിക്കുന്ന ഒരു പാർട്ടി, ഇന്ന് ലോകസഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും ഭൂരിപക്ഷം നേടിയ പാർട്ടി, അത്തരം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് MP ആയ ഒരു വടകരയിലെ MP വന്നിട്ട് നേമത്ത് മത്സരിക്കുകയും പരാജയപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ട് തന്നെ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുകയും പിന്നീട് രണ്ടാമത് വീണ്ടും BJPയെ തോൽപ്പിക്കാനായിട്ട് സുരേഷ് ഗോപിക്കെതിരായിട്ട് അദ്ദേഹം തൃശ്ശൂർ വരികയും ചെയ്തു. അദ്ദേഹം വന്നതാണോ അല്ല അദ്ദേഹത്തോട് ഒരു സമ്മർദ്ദം? അല്ലല്ല, പുള്ളിയുടെ ഒരു ഇതുണ്ടല്ലോ, ഒരു ഓവർ ആയിട്ടുള്ള പുള്ളിയുടെ ഒരു കോൺഫിഡൻസിനെ പാർട്ടി മിസ്യൂസ് ചെയ്തത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചെന്നാല് അദ്ദേഹത്തിന് തൃശ്ശൂരിലുണ്ടായിരുന്ന സപ്പോർട്ടും പോയി. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ കരിനിഴൽ വീഴുക ചെയ്തു. അപ്പൊ ഇവിടെ വട്ടിയൂർക്കാവിലെ നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് വട്ടിയൂർക്കാവില് കോൺഗ്രസിന് ലഭിച്ചത് 35,655 വോട്ട് മാത്രമാണ്, 25.7%. അതിനുശേഷം അതിനു മുമ്പ് നടന്ന ബൈ ഇലക്ഷനിൽ ഏതാണ്ട് 40,000-ലധികം വോട്ട് കോൺഗ്രസിന് ലഭിച്ചിരുന്നു. അപ്പോൾ ശ്രീ പ്രശാന്ത്, അദ്ദേഹം കോർപ്പറേഷൻ മേയറിൽ നിന്ന് ആണല്ലോ ഉപതെരഞ്ഞെടുപ്പിലൂടെ MLA ആകെ, പിന്നീട് അദ്ദേഹം നിലനിർത്തുകയും ചെയ്തു. അപ്പൊ തിരുവനന്തപുരത്തെ പ്രധാന മത്സരം
എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തിരുവനന്തപുരത്ത് മത്സരം നടക്കാൻ പോകുന്നത് BJP സ്ഥാനാർത്ഥിയും ഇടതുപക്ഷവും തമ്മിലാണ്. കോൺഗ്രസ് നമ്മൾ മുന്നിലുള്ള ചില വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ ഏതാണ്ട് 14 മണ്ഡലങ്ങളിൽ 12ഓളം മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ സംഘടനാപരമായ ദൗർബല്യം നിരന്തരമായി കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വളരെയധികം പിന്നോക്കം പോയി നിയമസഭാ തലത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ പൊതുവെ. അതിൽ തന്നെ വട്ടിയൂർക്കാവിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 50% നിന്ന് 25%ത്തിലേക്കാണ് ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂപ്പുന്നത്. ഒരു ഇലക്ഷനിലെ പ്രതിഭാസമല്ല, നിരന്തരമായിട്ട്. ലോകസഭയിലും നമ്മൾ സൂചിപ്പിച്ച പോലെ ശശി തരൂരിന് ആ തരത്തിലുള്ള ഒരു മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒരു നഗരമണ്ഡലമാണ്, ശശി തരൂരിന് കൂടുതൽ വോട്ട് ലഭിക്കേണ്ട. കാരണം ശശി തരൂർ ഒരിക്കലും അവിടെ മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നിലവിലുള്ള സാഹചര്യത്തില് വട്ടിയൂർക്കാവിലെ ചാൻസസ് വളരെ ശക്തമായ ത്രികോണ മത്സരമാണ്. മുരളീധരൻ വട്ടിയൂർക്കാവിൽ വന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് UDFന് ഒരു ക്ലിയർ ആയിട്ടുള്ള ത്രികോണ മത്സരത്തിലേക്ക് പങ്കാളിയാകാൻ കഴിയും. പക്ഷെ വിജയത്തിന്റെ ഫൈനൽ റൗണ്ടിൽ വരുമ്പോഴും ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആയിട്ടുള്ള താരതമ്യേന യങ്ങായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നതിൽ. പ്രശാന്തും അതുപോലെ BJPയുടെ ശ്രീലേഖ IPSും തമ്മിലായിരിക്കും ഫൈനൽ ജനങ്ങളുടെ ഇടയിൽ. കാരണം ഇവിടുത്തെ ജനകീയമായ സപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരുന്നത്. മറ്റു നമ്മൾ പറഞ്ഞ മുരളീധരൻ തീർച്ചയായിട്ടും ഒരു പൂർവ്വപ്രതാപം അവകാശപ്പെടാമെന്നല്ലോ. ആ പൂർവ്വപ്രതാപത്തിന് ഈ 2026 എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് ആ തരത്തില് വട്ടിയൂർക്കാവില് വലിയ പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ല. പൊതുവെ പ്രശാന്തും ശ്രീലേഖയും തമ്മിലുള്ള പോരാട്ടത്തിൽ ആർക്കാർക്കും സാധ്യത അങ്ങനെയാണ്. അതിൽ BJPക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാവും. കാരണം BJPയുടെ അഡ്വാൻറ്റേജ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം പ്രശാന്ത് നിൽക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിന്റെ ആന്റി ഇൻകംബൻസി ഫാക്ടർ അയാൾക്കെതിരായിട്ടുണ്ട്. അഴിമതി, അതുപോലെ ശബരിമല ഉൾപ്പെടെയുള്ള സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രശാന്ത് വ്യക്തിപരമായി എന്തൊക്കെ നേട്ടം ക്ലെയിം ചെയ്താലും ഗവൺമെന്റിന്റെ, അത് തലസ്ഥാന നഗരിയിലാണ്, നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ ഹൃദയഭാഗം ഇരിക്കുന്ന ഈ മണ്ഡലത്തിൽ അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് പ്രശാന്തിനെ അളക്കുന്നത് പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണത്തിന്റെ അംബാസഡർ എന്നുള്ള തലത്തിലാണ്. അപ്പൊ അതിൻ്റെതായ എല്ലാ നെഗറ്റീവ് ഫാക്ടറും പ്രശാന്തിലുണ്ട്. അപ്പൊ അതിന്റെ ബെനിഫിഷ്യറി ആയിട്ട് മുരളീധരന് വരാൻ കഴിയില്ല, മറിച്ച് ശ്രീലേഖ ആയിരിക്കും വരുന്നത്. കാരണം കോൺഗ്രസിന് തിരുവനന്തപുരം ജില്ലയിൽ പൊതുവെ ഉണ്ടാകുന്ന ഒരു പൊതുവായ ഒരു തിരിച്ചടിയുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ളതല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് BJPയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇടതും വലതിന്റെയും വോട്ടുകൾ കുറഞ്ഞെങ്കിലും അത് കോൺഗ്രസിനെയാണ് കൂടുതൽ ബാധിച്ചത്. അതിന്റെ ആ ദൗർബല്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ മുരളീധരൻ ഇവിടെ വീണ്ടും വരുന്നത്. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു പരാജയം ഒരു വിഷയമല്ലാത്ത ഒരാളാണ്. ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ. എനിക്ക് തോന്നുന്നത് ഒരു വോട്ടിങ്ങിന്റെ പാറ്റേൺ എടുത്തു നോക്കിയാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ എടുത്തു നോക്കിയാലും പ്രശാന്തിനേക്കാൾ കൂടുതൽ സാധ്യത ശ്രീലേഖ IPSക്കാണ്. കാരണം ഒന്ന്, അവരുടെ ഒരു കരിയറിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു വളരെ ഫ്രഷ് ആയിട്ടുള്ള രാഷ്ട്രീയത്തിൽ അഴിമതി ഒന്നും ഇല്ലാത്തൊരു കളങ്കരഹിതമായ ഒരു സർവീസ് ഹിസ്റ്ററി അവർക്കുണ്ട്. അവര് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം നേടിയതാണ്. അപ്പൊ ആ തരത്തിലുള്ള ഒരുപാട് അനുകൂല സാഹചര്യങ്ങളുണ്ട്. പ്രശാന്തിനുള്ള നെഗറ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആന്റി ഇൻകംബൻസി ഫാക്ടറാണ്, അഴിമതിയാണ്, ഇപ്പൊ ഗവൺമെന്റിനെതിരായ വികാരമാണ്. പക്ഷെ മുരളീധരനെ ഈ 2 കാൻഡിഡേറ്റിനെ അതിജീവിക്കാനുള്ള സംഘടനാ ശക്തിയോ അല്ലെങ്കിൽ അദ്ദേഹം ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടോ ഇല്ല. അദ്ദേഹം ഇവിടെ നിന്ന് ഒരിക്കൽ ജയിക്കുകയും പിന്നെ ഈ മണ്ഡലം കളഞ്ഞിട്ട് വടകര പോയി MP ആകുകയും ചെയ്ത ഒരാളാണ്. മാത്രമല്ല ഇവിടെ തന്നെ 2 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യം 50% വാങ്ങി ജയിച്ച ഒരാൾ രണ്ടാമത് ജയിക്കുന്നത് 37%. അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ 13% വോട്ട് ഷെയർ താഴ്ന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആ തരത്തില് ഒരു പുതിയ ഒരു റിവൈവലിന് സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ശ്രീലേഖ IPSന് വളരെയധികം മേൽക്കോയ്മയുണ്ട്.